വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന മെമ്മറി വയർ വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രേസ്ലെറ്റ് ആണ് കേട്ടോ. ഇത് മെമ്മറി വയർ ഇതുപോലെ ഞാൻ 3 ലെയറാണ് എടുത്തിരിക്കുന്നത്. നമുക്കിത് എത്ര ലെയർ വേണമെങ്കിലും എടുക്കാം. ആദ്യം നമ്മളെ പ്ലയർ വെച്ചിട്ട് അതിനെ ഒരു സൈഡിലേക്ക് ഇങ്ങനെ മടക്കിയെടുക്കുക. ആദ്യം ചിലപ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ട് കാണും. 2 പ്രാവശ്യം ചെയ്യുമ്പോഴേക്കും അതിങ്ങനെ ഫോൾഡ് ചെയ്ത് വരും. അതിനുശേഷം നമുക്ക് ഒരു ലെയർ എന്ന് പറഞ്ഞാൽ ഒരു റൗണ്ട് കംപ്ലീറ്റ് ഞാനിപ്പോൾ വൈറ്റ് ബീഡ്സ് അതിൻ്റെ ഇടയിൽ ഗോൾഡൻ ബീഡ്സ് എടുത്തിരിക്കുന്നത്. വളരെ കുറച്ച് ആക്സസറീസാണ്. വൈറ്റ് ബീഡ്സ് ഉണ്ട്, ഗോൾഡൻ ബീഡ്സ്, പിന്നെ ഞാൻ ക്ലിപ്പ് സ്റ്റോൺ എടുക്കുന്നുണ്ട്. ഇപ്പോൾ ആദ്യത്തെ ഒരു ലെയർ ഇത് 3 ലെയർ ഉണ്ട്. ആദ്യത്തെ ലെയർ ഒരു റൗണ്ട് വരുന്ന അത്രയും ഞാൻ എന്താ ചെയ്യുന്നത്, വൈറ്റ് ബീഡ്സ് പിന്നെ ഗോൾഡൻ ബീഡ്സ് ഇതിങ്ങനെ നമ്മൾ കോർത്തെടുക്കുക. അതിങ്ങനെ കോർത്തെടുക്കുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. നമ്മൾ ഇങ്ങനെ കുറച്ച് ഗോൾഡൻ ബീഡ്സൊക്കെ ചെറുതാണല്ലോ, അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കോർത്തെടുക്കുന്ന സമയം എടുക്കുകയുള്ളൂ. ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ കോർത്തെടുക്കുക. പിന്നെ ഇതിപ്പോൾ ഞാൻ വൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. വൈറ്റ് മാത്രമല്ല, നമുക്ക് ഏത് കളർ വേണമെങ്കിലും നമുക്കിത് ചെയ്യാം. ഇത് ക്രിസ്റ്റൽസിലൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര ഭംഗിയാണ് കേട്ടോ. നമ്മൾ ക്രിസ്റ്റൽ ബീഡ്സിൽ ഭയങ്കര ഭംഗിയായിട്ടാണ് നമുക്ക് എപ്പോഴും ചെയ്യാൻ പറ്റുന്നത് ഈ മെമ്മറി വയറിൽ. ഇതൊരു വൈറ്റ് പിന്നെ ഒരു വൈറ്റ് ഗോൾഡൻ അങ്ങനെ ഒരു ലെയർ കംപ്ലീറ്റ് വരണം. എന്നിട്ട് അടുത്ത ലെയറിൽ എന്താ പറയുക, ഞാൻ ക്ലിപ്പ് സ്റ്റോൺ കൊടുക്കുന്നു. വീണ്ടും ലാസ്റ്റ് ലെയർ സെയിം വൈറ്റും ഗോൾഡൻ ബീഡ്സും. ഇതാണ് ഒരു തീം എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ ഒരു ലെയർ കംപ്ലീറ്റ് നമ്മളിങ്ങനെ കോർത്ത് എടുക്കണം. ആ ഒരു സമയം മാത്രമാണ് വരുന്നത്, അല്ലാതെ ചെയ്തെടുക്കാൻ ഒരു എളുപ്പമില്ല. അപ്പോൾ ഞാൻ കണ്ടോ, ഒരു ലെയർ കംപ്ലീറ്റ്, അതായത് ഒരു സർക്കിൾ കംപ്ലീറ്റ് ഞാൻ ചെയ്തെടുത്തു. ഇനി അടുത്തത് കൊടുക്കാനായിട്ട് ക്ലിപ്പ് സ്റ്റോൺ. ഈ ക്ലിപ്പ് സ്റ്റോൺ കോർത്തെടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് കേട്ടോ. ഫുൾ ക്ലിപ്പ് സ്റ്റോൺ അല്ല, ഒരു ക്ലിപ്പ് സ്റ്റോൺ പിന്നെ വൈറ്റ് ബീഡ്സ് അങ്ങനെയാണ് കൊടുക്കുന്നത്. ഒരു ക്ലിപ്പ് സ്റ്റോണും പിന്നെ ഒരു വൈറ്റ് ബീഡും, ക്ലിപ്പ് സ്റ്റോണും വൈറ്റ് ബീഡും. ആ ക്ലിപ്പ് സ്റ്റോൺ ഇങ്ങനെ കയറി വരാനായിട്ട് അതിൻ്റെ പുറകിൽ 2 ഹോളുണ്ട്. പക്ഷേ അത് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് നമ്മളതൊന്ന് കോർത്താൽ മാത്രം മതി. അപ്പോൾ ഇപ്പോൾ ഞാൻ ഒരു ലെയർ ഒരു സർക്കിളായിട്ട്, ഒരു സർക്കിളിൻ്റെ ഷേപ്പിൽ, അത് ഒരു ബാങ്കിൾ പോലെ നമുക്കൊറ്റ റൗണ്ടില്ലേ, ആ റൗണ്ടിൽ കറക്റ്റാക്കിയാണ് ഞാൻ ഒരു ലെയർ കോർത്തത്. ഇനി അടുത്ത ലെയർ എന്ന് പറയുന്നത് ഒരു ലെയർ കംപ്ലീറ്റ്, ഒരു ലെയർ എന്ന് പറയുമ്പോൾ ഒരു സർക്കിൾ കംപ്ലീറ്റ് വരണം. ആ ലെയർ കംപ്ലീറ്റ് നമ്മൾ ചെയ്യേണ്ടത് ക്ലിപ്പ് സ്റ്റോണും വൈറ്റ് ബീഡും അതിങ്ങനെ കോർത്തെടുക്കുക. ഈ ക്ലിപ്പ് സ്റ്റോൺ ഞാൻ ചെയ്തപ്പോൾ ഈ ഒരു ക്ലിപ്പ് സ്റ്റോൺ കയറാനുള്ളൊരു ബുദ്ധിമുട്ടേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമുക്കിത് ഗ്ലൂ കൊടുത്തിട്ടും നമുക്ക് ചെയ്യാം. നമ്മുടെ ഹാൻഡിലിടുമ്പോൾ ക്ലിപ്പ് സ്റ്റോണൊക്കെ കറക്റ്റായിട്ട് ഇരുന്നോളും. അതുകൊണ്ടാണ് ഞാൻ ഗ്ലൂ അപ്ലൈ ചെയ്യാതിരുന്നത് കേട്ടോ. കാരണം ക്ലിപ്പ് സ്റ്റോൺ ഇങ്ങനെ സ്റ്റോൺ അകത്തേക്കൊക്കെ ചിലപ്പോൾ നിൽക്കാറുണ്ട്, അതുകൊണ്ട് പറഞ്ഞതാണ്. കണ്ടല്ലോ, ഇതുപോലെ അടുത്ത ലെയർ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ അതങ്ങനെ കോർത്തെടുത്തു. അപ്പോൾ നമുക്കിപ്പോൾ 2 ലെയർ ആയിക്കഴിഞ്ഞു. ഇനി ലാസ്റ്റ് ലെയർ വരുന്നത് സെയിം ആദ്യം ചെയ്തതുപോലെ തന്നെ ഗോൾഡൻ ബീഡ്സും വൈറ്റ് ബീഡും അടുത്ത ഒരു സർക്കിളായിട്ട് ആ ഒരു കറക്റ്റ് റൗണ്ട് കോർത്തെടുക്കുക. വളരെ സിമ്പിളായിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. ഇതിൽ നമുക്ക് ഹാങ്ങിങ്സ് വേണമെങ്കിൽ കൊടുക്കാം, എന്ത് വേണമെങ്കിലും കൊടുക്കാം. വളരെ സിമ്പിളായിട്ട്. ഇത് ശരിക്കും പറഞ്ഞൊരു നൊസ്റ്റാൾജിയാണ്. കാരണം പണ്ടൊക്കെ ഒത്തിരി ഇങ്ങനെ കുട്ടികൾക്കൊക്കെ ഇതുപോലെ നമുക്ക് ഈ പെരുന്നാളിനൊക്കെ പോകുമ്പോൾ പുറത്തിങ്ങനെ കൊണ്ടിട്ടൊക്കെ വിൽക്കുമായിരുന്നു. ഇപ്പോൾ അധികം അങ്ങനെ കാണാറില്ല. ഒത്തിരി വെറൈറ്റീസൊക്കെ നമുക്ക് കിട്ടുമായിരുന്നു. അതുകൊണ്ട് അങ്ങനെ ഒരു ഓർമ്മ വന്നപ്പോൾ മോൾക്ക് ചെയ്തതാണ് കേട്ടോ. പക്ഷേ ഭയങ്കര ഇഷ്ടമായി. ഒത്തിരി അവളെപ്പോഴും മിക്കവാറും അവൾ ഉപയോഗിക്കുന്നതാണ്. പിന്നെ നമ്മൾ ഈ ഗോൾഡൻ ബീഡ്സ് വാങ്ങിക്കുമ്പോൾ നമ്മൾ ഗ്യാരണ്ടി ഉള്ളത് മേടിച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ എന്ത് ചെയ്യും, ഒത്തിരി നാൾ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടിരിക്കും, അല്ലെങ്കിൽ അത് കളർ പോകും. അപ്പോൾ മറ്റേത് വാങ്ങിക്കുമ്പോൾ കുറച്ച് റേറ്റ് കൂടുതലാണ്. അപ്പോൾ ആ ബീഡ്സ് മേടിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, വാറണ്ടി ഉള്ളത് മേടിച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ കിടക്കും. അതുപോലെ തന്നെ ഇത് നല്ല പേരിലൊക്കെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇനി ഇത് ചെയ്ത് കഴിയാറാകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്കവിടെ തിരിച്ച് ലാസ്റ്റ് അതിനെ നിർത്തുന്നിടത്ത് നമുക്കതിനെ കണക്ട് ചെയ്ത് വയ്ക്കുന്നില്ല. അതിനെ നമ്മൾ തിരിച്ചവിടെ കുറച്ചൊരു ഗ്യാപ്പ് ഇട്ടിട്ട് വേണം നമ്മളത് നിർത്താനായിട്ട്. ലാസ്റ്റ് ചെയ്ത് വരുമ്പോൾ ഒത്തിരി നമ്മളങ്ങ് എന്ത് ചെയ്യൽ ഒട്ടും ഗ്യാപ്പ് കൊടുക്കാതെ നിർത്തരുത്. കാരണം നമുക്ക് നമ്മളെ പ്ലയർ വെച്ചിട്ട് അതിനെ തിരിച്ച് മടക്കി അവിടെ നിർത്താനാണ്. നമ്മളവിടെ ഒട്ടിച്ചല്ല വയ്ക്കുന്നത്, അതുകൊണ്ടാണ്. ഉണ്ടല്ലോ, അത് എല്ലാം ലൂസൊന്നും ഇല്ല, ഒത്തിരി ഗ്യാപ്പൊന്നും വരാത്ത രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, എല്ലാം ടൈറ്റായിട്ട് നിർത്തണം. അതിന് വേണ്ടിയിട്ടാണ്. അതിനുശേഷം എല്ലാം ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ പ്ലയർ വെച്ചൊന്ന് പിടിക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, തിരിച്ചൊന്ന്
ഏത് സൈഡിലോട്ട് മേളിലോട്ട് വേണമെങ്കിൽ മേളിലോട്ട് അല്ലെങ്കിൽ ബാക്കിലോട്ട് ചെയ്താൽ നിങ്ങൾക്ക് ഏതാണ് സൗകര്യം അതങ്ങനെ ചെയ്താൽ മതി. ഇതൊന്ന് പ്രസ് ചെയ്ത് നന്നായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അകത്തേക്ക് അങ്ങ് നിന്നോളും. കണ്ടല്ലോ, വളരെ സിമ്പിളായിട്ട് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് നമുക്കിത് ഒത്തിരി കളറിലൊക്കെ ചെയ്തെടുക്കാം കേട്ടോ. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. കണ്ടല്ലോ, ഇത് ശരിക്കും ഇങ്ങനെ കാണുന്നതിനേക്കാളും ശരിക്കും അതിൻ്റെ ഒറിജിനൽ ഭംഗി ഇതാണ് കേട്ടോ. നമ്മൾ ക്ലിപ്പ് സ്റ്റോൺസ് ഒക്കെ ഇങ്ങനെ മാറി നിന്നാലും അത് ഓക്കെ ആയിക്കോളും കേട്ടോ കയ്യിലിടുമ്പോൾ.